മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രീതി ജോസഫ്. ഹോ, എന്തൊരു ചൂട്! ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അറിയാതെ പറഞ്ഞു പോകുന്നു അല്ലേ? അങ്ങനെ ചുട്ടുപഴുത്ത അവസ്ഥയിൽ വടക്കോട്ടാണെങ്കിൽ ഒരു ഗ്ലാസ് സംഭാരമോ, തെക്കോട്ട് വന്നാൽ ഒരു മോരും വെള്ളമോ കുടിച്ചാലത്തെ അവസ്ഥ, ആഹാ എന്തൊരാശ്വാസം! ഇപ്പോൾ പറഞ്ഞ രണ്ട് വാക്യങ്ങളിലുമുള്ള ഹോ, ആഹാ എന്നീ ശബ്ദങ്ങൾക്ക് എന്താണ് അർത്ഥം? പ്രത്യേകിച്ച് എന്തെങ്കിലും അർത്ഥം പറയാനാവില്ല. എന്നാൽ ഒരു വാക്യത്തോടോ ഒരു സന്ദർഭത്തോടോ ചേരുമ്പോൾ എന്തൊരു ഭാവതീവ്രതയാണ് ഇവ പ്രദർശിപ്പിക്കുന്നത്. ഈ ശബ്ദങ്ങളെയാണ് വൈയാകരണന്മാർ, വ്യാകരണമറിയുന്നവർ, വ്യാക്ഷേപകങ്ങൾ എന്ന് വിളിക്കുക. വ്യാക്ഷേപകങ്ങൾ വാക്യാർത്ഥം ബോധിപ്പിക്കും അഖണ്ഡമായി എന്ന് കേരളപാണിനി. സിനിമ എങ്ങനെയിരുന്നു? ഉഗ്രൻ. ഒറ്റ വാക്കു മതി, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അതിലുണ്ട് എന്ന സൂചനയ്ക്ക്. എല്ലാം എടുത്തില്ലേ? ഓഹോ, സർവ്വതും. ആ ഓഹോ എല്ലാം സൂചിപ്പിക്കുന്നു. നന്നായി പഠിച്ചിട്ടുണ്ടോ? ഉവ്, എല്ലാം പഠിച്ചിട്ടുണ്ട്. ഉവ് ചേർന്നതോടെ അർത്ഥബോധനത്തിന് നല്ല ദാർഢ്യം. കുട്ടി വീണു. കണ്ടു നിന്നയാൾ കുട്ടിയെയോ വീഴ്ചയെയോ കുറിച്ചല്ല ആദ്യം പറഞ്ഞത്, എൻ്റെ ഈശ്വരാ എന്നാണ്. പിന്നെയാണ് വല്ലതും പറ്റിയോ എന്ന ചോദ്യം വരുന്നത്. ഒരു ദേശസ്നേഹി. എന്ന ശബ്ദത്തിലൂടെ പ്രകടമാകുന്ന വിപരീത അർത്ഥത്തിന് എന്തൊരു പ്രഹരശേഷിയാണ്! അതുതന്നെ ആഹാ ഒരു ദേശസ്നേഹി എന്നായാൽ അർത്ഥമേ മാറുന്നു. ഷടാ, ഇത് നല്ല കൂത്ത്. പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാത്ത ഷടാ അസാധാരണവും പരിഹാസ്യവുമായ ഏതോ ഒരു സന്ദർഭത്തെ ദ്യോതിപ്പിക്കുന്നു. ഇത് നല്ല കൂത്ത് എന്ന ശൈലീ പ്രയോഗത്തോട് ചേർന്ന് വരുമ്പോൾ ആ ശബ്ദഭംഗി സൃഷ്ടിക്കുന്ന ഒരു ദൃശ്യപ്രതീതിയുണ്ട്. എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ചെയ്യാം എന്ന് പറയുന്നതിലും എത്രയോ പ്രതിജ്ഞാബദ്ധമായ മറുപടിയാണ് തീർച്ചയായും. അയാളെ ശിക്ഷിക്കുമോ? തീർച്ചയായും. എന്തൊരു ഉറപ്പ്! വാർത്ത വായനക്കാർ റിപ്പോർട്ടറോട് സുനിൽ, എന്താണിപ്പോഴത്തെ സ്ഥിതി, പുതിയ വിവരങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാലുടനെ റിപ്പോർട്ടറുടെ പ്രതികരണം തീർച്ചയായും രവി. ഈ തീർച്ചയായും എന്ന വ്യാക്ഷേപകത്തിൽ മറുപടി മുഴുവനുമുണ്ട് എന്നാണ് സങ്കല്പം. ഇപ്പോഴത്തെ സ്ഥിതി ആശങ്കാജനകം തന്നെ. പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം മുന്നിൽ തീർച്ചയായും വരുമ്പോൾ ശ്രോതാവിൻ്റെയും പ്രേക്ഷകൻ്റെയും സ്ഥിതിയും ആശങ്കാകുലമാകും. അതാണ് ഇവിടെ ഈ വ്യാക്ഷേപക പ്രയോഗത്തിൻ്റെ കുഴപ്പം. വീണുകിടക്കുന്ന പൂവിനെ കണ്ട് ഹാ പുഷ്പമേ എന്നെഴുതിയപ്പോൾ ആശാൻ വെളിപ്പെടുത്തിയത് ഒരു ദാരുണാവസ്ഥയാണ്. ആശാൻ തന്നെ മനുഷ്യജീവിതത്തെ ഹാ കഷ്ടം എന്ന രണ്ട് വ്യാക്ഷേപക ശബ്ദങ്ങളിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതേ വ്യാക്ഷേപകത്തെ ഉപയോഗിച്ചാണ് ഹാ വിജിഗീഷു മൃത്യുവിനാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്ന് വൈലോപ്പിള്ളി മരണത്തെ വെല്ലുവിളിച്ചതും. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും